പമ്പയിൽ നടക്കുന്ന ഈ ആഭാസത്തിന് ശേഷം ശബരിമലയിൽ ചിലപ്പോൾ 5 സ്റ്റാർ ബാർ ഹോട്ടൽ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ബിന്ദു അമ്മിണിയുടെയും കനകദുർഗയുടെയും ബ്യൂട്ടി പാർലർ സന്നിധാനത്ത് വരാൻ സാധ്യതയുണ്ട്. അയ്യപ്പ ഭക്ത സംഗമം എന്തിനാണ് ഇങ്ങനെ ഒരു സംഗമം? ഇതൊരു അയ്യപ്പ സംഗമമല്ല, ശബരിമല വിരുദ്ധ സംഘമാണ്. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവന് പോലും പ്രിയപ്പെട്ടവനാണ് അയ്യപ്പൻ. ആ അയ്യപ്പനെ കാണാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 3000 പേരെ വിളിച്ച്? ദക്ഷിണ ഭാരതത്തെ ഉത്തര ഭാരതത്തിൽ നിന്ന് വെട്ടിമുറിച്ച് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാക്കാൻ നടത്തുന്ന ശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന 2 മുഖ്യമന്ത്രിമാരാണ് ഇവിടുത്തെ വിജയനും അവിടുത്തെ ദാസനും. വാസവൻ സന്നിധാനത്ത് പോയിട്ട് തീർത്ഥം കൊടുത്തപ്പോൾ അത് തറയിലൊഴിച്ച പാരമ്പര്യമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. വൃശ്ചികം തീരാറാകുമ്പോൾ ടാറിറക്കും. മകരസംക്രമത്തിന്റെ തലേ ദിവസം ടാറിങ് തുടങ്ങും. അയ്യപ്പ ഭക്തന്മാരെ എങ്ങനെ ഉപദ്രവിക്കാം? കോഴിക്കോട് ഹിന്ദു മാനേജ്മെന്റ് സ്കൂളിലെ ബിൽഡിംഗ് പണിതതിനു ശേഷം ഗണപതി ഹോമം നടത്തിയപ്പോ പാർട്ടി സഖാക്കൾ അതിനെ ആക്രമിച്ചു. അതേ പാർട്ടി സഖാക്കന്മാരാണ് പാർട്ടി സമ്മേളന വേദിയിൽ നിസ്കാരപ്പായ വിരിച്ചു കൊടുക്കുന്നത്. ഇന്ന് മലയാളികളെക്കാളും കൂടുതൽ ഭക്തന്മാർ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന്. അപ്പൊ ശബരിമലക്കെതിരെയുള്ള പ്രൊപ്പഗൻഡ തമിഴ്നാട്ടിലേക്ക് കൂടെ വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റാലിനെ വിളിച്ചത്. എന്തുകൊണ്ട് എപ്പോഴും ഹിന്ദുക്കൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? ശബരിമലയിൽ ഉണ്ടാക്കുന്ന അപ്പം മനുഷ്യനെ കഴിക്കാൻ പറ്റുമോ? ഇപ്പോ ഏതാണ്ട് മെറ്റല് പോലെ അതെടുത്തെറിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടാൽ നിങ്ങൾ വീഴും പറയുന്നു. നമസ്തേ. ശബരിമല അയ്യപ്പ ഭക്ത സംഗമം പുതിയ തട്ടിപ്പുമായി എത്തിയിരിക്കുകയാണ് ഇടത് സർക്കാർ. എന്തിനാണ് വീണ്ടും ഭക്തരെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നതാണ് ഇതിൽ വരുന്ന വലിയൊരു ചോദ്യം. ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് കേസരിയുടെ മുഖ്യപത്രാധിപൻ NR മധുവാണ്. മധുചേട്ടാ നമസ്തേ. നമസ്തേ. അയ്യപ്പ ഭക്ത സംഗമം എന്തിനാണ് ഇങ്ങനെ ഒരു സംഗമം എന്നുള്ളതാണ് എല്ലാവരുടെ മനസ്സിലേക്കും ആദ്യം വരുന്ന ഒരു ചോദ്യം. കാരണം ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു സംഗമത്തിന്റെ ആവശ്യകത എവിടെയും കാണുന്നില്ല. അയ്യപ്പ ഭക്തരെ ഏകീകരിക്കാൻ ഇങ്ങനെ ഒരു സംഗമത്തിന്റെ ആവശ്യകതയുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, അതുകൊണ്ടൊരു സംഗമം ഇരിക്കട്ടെ എന്ന് കരുതി വെച്ചിരിക്കുന്ന സംഗമമാണിത്. ഈ നാട്ടിലെ ഹിന്ദുക്കളെ എങ്ങനെയൊക്കെ വെറുപ്പിക്കാം എന്നുള്ളതിന്റെ പരീക്ഷണം നടത്തിയ സർക്കാരാണല്ലോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. ശബരിമല ആചാര അനുഷ്ഠാനങ്ങളെ ലംഘിക്കുവാനും ശബരിമല അക്ഷരാർത്ഥത്തിൽ കൊള്ളയടിക്കാനും നേതൃത്വം കൊടുക്കുന്ന ഒരു താലിബാനിസ്റ്റ് ഇടത് ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് ശബരിമലയെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സംഗമമൊന്നും അല്ലിത്. ശബരിമലയെ നേരിട്ട് ആക്രമിച്ച് തകർക്കാനുള്ള ശ്രമത്തെ ഹിന്ദു ഭക്തകോടികൾ ചെറുത്തു തോൽപ്പിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ തിക്തഫലങ്ങൾ നന്നായി അനുഭവിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ. അപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ ഏതാനും മാസങ്ങൾ കൂടെ കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരു 3-ാം ഊഴത്തിന് പരിശ്രമിക്കുന്ന ഇടത് ഗവൺമെൻറ് ഹിന്ദു സമൂഹത്തിൻ്റെയും പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തരുടെയും ഒരു പിന്തുണ കൂടി നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു തട്ടിപ്പാണ്. ആത്യന്തികമായി ശബരിമലയ്ക്കും ഹിന്ദു വിശ്വാസങ്ങൾക്കും വിഗ്രഹാരാധനയ്ക്കും ഒക്കെ എതിരാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ, നമുക്കറിയാം. ഞാനത് പറയാൻ കാരണം, കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ വലിയ ഭക്ത ജനങ്ങളുടെ വക്താക്കളാകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കണ്ടതാണ് ശബരിമലയിലെ ആചാര ലംഘനത്തിന് ഏതൊക്കെ തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൂട്ടുനിന്നത്. കനകദുർഗയെയും ബിന്ദു അമ്മിണിയെയും ഒക്കെ ആക്ടിവിസ്റ്റുകളെ സന്നിധാനത്ത് ആചാര ലംഘനത്തിന് അഴിഞ്ഞാടുവാൻ മുഖ്യമന്ത്രി വിജയൻ്റെ പോലീസ് ഒത്താശ ചെയ്തതും അയ്യപ്പ ഭക്തരെ അടിച്ച് അമർത്തിയതും ശബരിമലയിൽ ശരണം വിളിക്കുന്നത് നിരോധിച്ച ഗവൺമെൻറ്റാണിത്. എന്ന് മാത്രമല്ല, ആചാര സംരക്ഷണത്തിന് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ ഭക്തനെ അടിച്ചു കൊന്ന ഗവൺമെൻറ്റാണിത്. ആ ഗവൺമെൻറ് ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമമല്ല, അയ്യപ്പ സംഗമമാണ് സംഘടിപ്പിക്കുന്നത്. ഭക്ത ഇല്ല അതിനകത്ത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ 2-3 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, തങ്ങൾ ചെയ്യുന്ന ക്ഷേത്രവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കൊരു കവറിങ് ഫയറാണിത്. ശബരിമല വിരുദ്ധമായ പ്രവർത്തനങ്ങൾ പ്രത്യക്ഷത്തിൽ ചെയ്താൽ ഹിന്ദു സമൂഹം അതിനെ പ്രത്യക്ഷത്തിൽ തന്നെ പ്രതികരിക്കും. പ്രത്യേകിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ നല്ല ആശങ്കയുണ്ട് ഗവൺമെൻറ്. അപ്പം ശബരിമല ക്ഷേത്രം അടക്കമുള്ള എല്ലാ ക്ഷേത്രങ്ങളും തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന സർക്കാരാണിത്. അതിന് കാരണം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം മാത്രമല്ല, ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരിക്കുന്നത് ജിഹാദികളാണ്.
മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തുടങ്ങുന്ന ജിഹാദിന്റെ പ്രവർത്തനം, ഞാൻ അങ്ങനെ തന്നെ പറയും, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തുടങ്ങുന്ന ഹിന്ദു വിരുദ്ധമായ പ്രവർത്തനം. അപ്പം അത് പ്രത്യക്ഷത്തിൽ ഹിന്ദുക്കളെ കടന്നാക്രമിച്ചാൽ, വിഗ്രഹാരാധനയെ നിഷേധിച്ചാൽ, കാരണം അത് ഇസ്ലാമിക മതമൗലികവാദികളെ സംബന്ധിച്ച് വിഗ്രഹാരാധന ഹറാമാണ്. അതുകൊണ്ട് നാരായണ ഗുരുദേവന്റെ വിഗ്രഹങ്ങളെ എതിർത്തയാളാണ് മുഖ്യമന്ത്രി വിജയൻ, ക്ഷേത്രങ്ങളെ എതിർക്കുന്നയാളാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളെ പ്രത്യക്ഷത്തിൽ കടന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ താങ്ങാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു കവറിംഗ് ഫയർ എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ട് തങ്ങൾക്കെതിരാവരുത് എന്നുള്ള നിലയ്ക്ക് നടത്തുന്ന ഒരു പൊറാട്ട് നാടകമാണ് പമ്പയിലെ ഈ അയ്യപ്പ സംഘം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ പമ്പ ഈ പരിപാടിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതാണ്. കാരണം എത്രയോ സ്ഥലങ്ങളിൽ വെച്ച് ഇത്തരത്തിൽ ഇപ്പൊ ഇവർക്ക് ഒരു സംഗമം നടത്തണമെന്നുണ്ടെങ്കിൽ തന്നെ അത് എവിടെ വേണമെങ്കിലും നടത്താം. പക്ഷെ എന്തുകൊണ്ട് പുണ്യഭൂമിയായ പമ്പയെ ഇതിന് വേദിയാക്കുന്നു? അതിൽ പോലും ഒരു രാഷ്ട്രീയം കലർത്തിയിട്ടില്ലേ എന്നുള്ളതാണ്. നിശ്ചയമായിട്ടും ഉണ്ട്. കാരണം ഈ പമ്പ അടങ്ങുന്ന പ്രദേശങ്ങൾ നമുക്കറിയാം, 18 മലകളും ആയി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണിതെല്ലാം. ഈ അയ്യപ്പന്റെ പൂങ്കാവനത്തിൽപ്പെട്ടതാണ് പമ്പ. അപ്പോൾ അയ്യപ്പന്റെ ഈ പവിത്ര സങ്കേതത്തിൽ തന്നെ വേണം ഇത്തരത്തിലുള്ള ഒരു പൊറാട്ട് നാടകം. ഇതെന്താണ് അയ്യപ്പ സംഗമം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ശബരിമലയുടെ വികസനമല്ല, ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള പരിശ്രമമാണ്. കാരണം തീർത്ഥാടനവും ടൂറിസവും രണ്ടാണ്. ഒന്ന് വിനോദസഞ്ചാരം, മറ്റ് തീർത്ഥാടനം. തീർത്ഥാടനം എന്ന് പറയുന്നത് പുണ്യം തേടി നടത്തുന്ന യാത്രയാണ്. അത് 10,000-കണക്കിന് വർഷങ്ങളായി ഈ ഭാരതത്തിൽ നിലനിൽക്കുന്ന പരമ്പരാഗതമായ ഒരു ആചാരവും അനുഷ്ഠാനവുമാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രത്തിൻ്റെ ഏകത പോലും തീർത്ഥാടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശങ്കരാചാര്യർ നടത്തിയ തീർത്ഥാടനമാണ്, സ്വാമി വിവേകാനന്ദൻ നടത്തിയ തീർത്ഥാടനമാണ്, ചട്ടമ്പി സ്വാമി നടത്തിയ തീർത്ഥാടനമാണ്, അതേപോലെ തന്നെ നാരായണ ഗുരുദേവൻ നടത്തിയ തീർത്ഥാടനം. ദക്ഷിണ ഭാരതം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു, പുണ്യസ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പോയി, ശ്രീലങ്ക അടക്കം അദ്ദേഹം പോയി. ഇതെല്ലാം തീർത്ഥാടനമാണ്, വിനോദസഞ്ചാരമല്ല. വിനോദസഞ്ചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക സുഖം തേടിയുള്ള യാത്രയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ബിന്ദു അമ്മിണിയുടെയും കനകദുർഗയുടെയും ബ്യൂട്ടി പാർലർ സന്നിധാനത്ത് വരാൻ സാധ്യതയുണ്ട്. ഈ പമ്പയിൽ നടക്കുന്ന ഈ ആഭാസത്തിന് ശേഷം ശബരിമലയിൽ ചിലപ്പോൾ 5 സ്റ്റാർ ബാർ ഹോട്ടൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇവരിത് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അയ്യപ്പൻ്റെ ദ്വാരപാലകന്മാരുടെ തങ്ക വിഗ്രഹം പോയിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവില്ലാതെ അത്തരം പ്രവർത്തനങ്ങൾ, അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ, ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം, അധികം കാലമായിട്ടില്ല ശബരിമലയിലെ ദ്വാരപാലകന്മാരെ സ്വർണം പൊതിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല. അതിലിപ്പോ 4 കിലോകളും കുറവാണ്. 4 കിലോ സ്വർണം കാണാനില്ല, കോടതി തന്നെ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ അയ്യപ്പ സംഗമം കഴിയുമ്പോൾ ചിലപ്പോൾ ശ്രീലകത്തുള്ള അയ്യപ്പ വിഗ്രഹം തന്നെ മോഷണം പോയേക്കാം. കാരണം ശബരിമലയ്ക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ശബരിമലയെ തകർക്കാൻ വേണ്ടി മതപരിവർത്തന ശക്തികൾ 1950-കളിൽ ആ വിഗ്രഹം അടിച്ചുടച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ശബരിമല അയ്യപ്പൻ്റെ മൂലവിഗ്രഹത്തിന് സംരക്ഷണം കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ആൾക്കാർ പമ്പയിൽ കൂടാൻ തീരുമാനിച്ചപ്പോൾ ദ്വാരപാലകന്മാർ തങ്കവിഗ്രഹം ഏതാണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്, അർദ്ധരാത്രി കടത്തിക്കൊണ്ടുപോവുകയാണ്. കോടതിയുടെ അനുവാദമില്ല, ദേവസ്വം കമ്മീഷണർ അറിഞ്ഞിട്ടില്ല. 4 കിലോ ഇപ്പോൾ കുറവുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് മോഷണം എന്നല്ലെങ്കിൽ എന്താ പറയുന്നത്? അപ്പോൾ ഇത് സത്യത്തിൽ വിഗ്രഹഭഞ്ജനം നടത്തുക എന്ന ജിഹാദികളുടെ അജണ്ട, ക്ഷേത്രധ്വംസനം നടത്തുക എന്ന ജിഹാദികളുടെ അജണ്ടയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യക്ഷത്തിൽ ചെയ്യാനാണ് ആചാരലംഘനത്തിൻ്റെ ഭാഗമായിട്ട് ശ്രമിച്ചത്, അത് പരാജയപ്പെട്ടു. ഇപ്പോൾ അത് പരോക്ഷമായി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പമ്പയിലെ ഈ അയ്യപ്പ സംഘം എന്ന ഈ പൊറാട്ട് നാടകം നടക്കുന്നത്. അത് നടക്കുന്ന സമയത്ത് തന്നെ സന്നിധാനത്തിലെ ദ്വാരപാലകന്മാർ മോഷണം പോയിരിക്കുകയാണ്. അതുകൊണ്ട് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ നിർമ്മിച്ചു കൊടുത്ത സ്വർണത്തിൻ്റെ അംശം കൂടുതലുള്ള പഞ്ചലോഹ വിഗ്രഹമാണ് സന്നിധാനത്തേത്. സ്വർണം കൂടുതലുള്ള പഞ്ചലോഹ വിഗ്രഹമാണ് ശബരിമലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ചെയ്തു കൊടുത്താണ്. ആ വിഗ്രഹത്തിന് അടിയന്തരമായി കോടതി സംരക്ഷണം ഒരുക്കണം, ഇല്ലെങ്കിൽ ആ വിഗ്രഹവും പോകുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ്. പേടിക്കേണ്ടിയിരിക്കുന്നു, അക്ഷരാർത്ഥത്തിൽ പേടിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഗ്രഹത്തിന് വരെ സുരക്ഷയില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. കാരണം അത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ നാട് ഭരിക്കുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ അയ്യപ്പനോടുള്ള വലിയ സ്നേഹം ഇന്ന് കാണിക്കുന്നതും. കാരണം ഇതേ ആളുകൾ, നമുക്കറിയാം 4000-ത്തിലധികം കേസുകൾ നിലനിൽക്കുന്നുണ്ട് അയ്യപ്പ ഭക്തജനങ്ങൾ ഒത്തുകൂടി അല്ലെങ്കിൽ നാമം ജപിച്ചതിന്റെ പേരിൽ. അത്തരത്തിൽ സംരക്ഷിക്കാൻ ഇറങ്ങിയവർക്കെതിരെ ഇതിലൊരു കേസ് പോലും പിൻവലിക്കാൻ ഒരു രീതിയിലും സർക്കാർ ഇതുവരെയ്ക്കും തയ്യാറായിട്ടില്ല.
പിൻവലിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇന്ന് വരെയും ഒരു കേസ് പിൻവലിക്കപ്പെട്ടിട്ടില്ല. ഇത്തരത്തിൽ ഭക്തജനങ്ങൾ എല്ലാ തരത്തിലും നോവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വാക്കാൽ ഇപ്പോ നമുക്ക് എം സ്വരാജിനെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹം ഒക്കെ പറഞ്ഞു കൂട്ടിയ അല്ലെങ്കിൽ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊന്നും ഒരു യഥാർത്ഥ അയ്യപ്പ ഭക്തന്റെ മനസ്സിൽ നിന്ന് പോകുന്നതല്ല. പിണറായി വിജയൻ ആണെങ്കിൽ പോലും നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ ചോദ്യം ചെയ്തയാളാണ്. എന്നിട്ട് ഇവരൊക്കെ കൂടി ഒത്തുചേർന്ന് പമ്പയിലേക്ക് എത്തുന്നു. എന്നിട്ട് ഭക്തരോടുള്ള സ്നേഹം അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ ശബരിമലയ്ക്ക് വികസനത്തിന് വേണ്ടി ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ ദേവസ്വം മന്ത്രി നടക്കിൽ നിന്നും തൊഴാത്ത വ്യക്തിയായിരുന്നു നമ്മുടെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രിമാർ ശരണം വിളിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് നമുക്ക്. അല്ലെങ്കിൽ ഇതിന് മുഖ്യ അതിഥിയായി ക്ഷണിക്കപ്പെട്ടത് സ്റ്റാലിൻ ആയിരുന്നു ആദ്യം എന്നുള്ളത്. സനാതന ധർമ്മത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോ ഇതിലെന്താണ്, ഇതിനെങ്ങനെയാണ് ഒരു ഭക്തി എന്ന് പറയുന്ന ഒരു എലമെന്റ് എവിടെയാണ് എന്നുള്ളതില്ലേ? കമ്മ്യൂണിസത്തിന്റെ ഒരു ചരിത്രം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ മാവോയിസ്റ്റുകളാണെങ്കിലും ഇതിൻ്റെ എല്ലാം തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നാണ്. കേരളത്തിൽ വളരെ പണ്ട് ഈ ഇവിടെ പന്തളത്ത് സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണം മോഷ്ടിക്കുവാൻ വേണ്ടി ആസൂത്രണം നടത്തുന്നുണ്ട്. നക്സലുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നക്സലൈറ്റുകളുടെ വിശ്വാസവും ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശ്വാസവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ഹിന്ദു ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അല്ലാതെ ഏതെങ്കിലും ഇസ്ലാമിക വിശ്വാസത്തെ ഇവർ വിമർശിക്കാറുണ്ടോ? ക്രൈസ്തവ വിശ്വാസത്തെ വിമർശിക്കാറുണ്ടോ? ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ മുഖ്യമന്ത്രി മരിച്ചുപോയ ഇ.കെ. നായനാർ ഏറ്റുമാനൂർ അമ്പലത്തിൽ സ്റ്റീഫൻ എന്ന് പറയുന്ന കള്ളൻ കയറിയിട്ട് അവിടുത്തെ തങ്കനിർമ്മിതമായ മൂലവിഗ്രഹം മോഷ്ടിച്ചു. ആ സമയത്ത് വളരെ പരിഹാസപൂർവ്വം ചോദിച്ചൊരു ചോദ്യമുണ്ട് നിയമസഭയിൽ, ഭഗവാൻ എന്തിനാ പാറാവ്? കേരളത്തിലെ ഭക്തന്മാർ മുഴുവൻ ഇളകി വശായി ഏറ്റുമാനൂരെ ക്ഷേത്രത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്തിനാണ് പാറാവ് എന്ന് ചോദിച്ച സ്റ്റീഫൻ എന്ന കള്ളൻ്റെ ഒപ്പം നിന്ന പാർട്ടിയാണ് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതേ ബ്ലഡ് തന്നെയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി വിജയൻ്റെ നാഡീഞരമ്പുകളിലൂടെ ഓടുന്നത്. അപ്പോൾ നാരായണ ഗുരുദേവൻ്റെ പ്രാർത്ഥന, അദ്ദേഹം എഴുതിയ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള വ്യക്തികൾ വേദിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എഴുന്നേറ്റ അന്നത്തെ ദേവസ്വം മന്ത്രിയും കൂടെ ആയിരുന്ന വ്യക്തിയെ പിടിച്ചിരുത്തുകയും അഹങ്കാരത്തോടുകൂടി ആ വേദിയിൽ ഇരിക്കുകയും ചെയ്ത വ്യക്തിയാണ് മുഖ്യമന്ത്രി വിജയൻ എന്ന് പറയുന്നത്. അപ്പം സനാതന ധർമ്മത്തെ ആക്ഷേപിക്കുന്നവർ ഏതെല്ലാം അരമനകളിൽ പോയി കൈമുത്തും നമ്മൾ കണ്ടു. ഇതേ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഇസ്ലാമിക മതമൗലികവാദത്തിന്റെ മുഖമുദ്രയായ മദനിയെ സ്വീകരിക്കാൻ വേണ്ടി ശംഖുമുഖം കടപ്പുറത്ത് പോയി പഞ്ചപുച്ഛമടക്കി നിന്നില്ലേ? ഓച്ഛാനിച്ച് നിന്നില്ലേ? ഇത്തരം ആൾക്കാരുടെ ആരാധനാ കേന്ദ്രങ്ങളിലും മതസംഘടനകളുടെ ആസ്ഥാനത്തുമൊക്കെ എത്ര ബഹുമാനത്തോടു കൂടിയാണ് ഇവർ പോകുന്നത്. വാസവൻ സന്നിധാനത്ത് പോയിട്ട് 41 ദിവസം വ്രതമെടുത്തു വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ദർശനം കൊടുക്കാതെ അവിടെ മറഞ്ഞു നിന്നുകൊണ്ട് തീർത്ഥം കൊടുത്തപ്പോൾ അത് തറയിലൊഴിച്ച പാരമ്പര്യമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? ശബരിമലയ്ക്ക് പോയതിൻ്റെ പേരിൽ എത്ര സഖാക്കന്മാർ നടപടി നേരിട്ടിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട് ഒരു മാനേജ്മെന്റ് സ്കൂളിലെ ഹിന്ദു മാനേജ്മെന്റ് സ്കൂളിലെ ബിൽഡിംഗ് പണിതതിന് ശേഷം ഗണപതി ഹോമം നടത്തിയപ്പോൾ പാർട്ടി സഖാക്കന്മാർ അതിനെ ആക്രമിച്ചു. അതേ പാർട്ടി സഖാക്കന്മാരാണ് പാർട്ടി സമ്മേളന വേദിയിൽ നിസ്കാരപ്പായ വിരിച്ചു കൊടുക്കുന്നത്. ഇവർ തന്നെയാണ് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിക വസ്ത്രവിധാനത്തോടുകൂടി സമ്മേളനം നടത്തുന്നത്. അപ്പം എത്ര നിന്ദ്യമായ മ്ലേച്ഛമായ കാര്യങ്ങളാണ് ഇവർ ഹിന്ദുക്കളോട് ചെയ്യുന്നത്. ഈ അയ്യപ്പ സംഗമത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ സ്റ്റാലിൻ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ കോളറ പോലെയാണ്, പകർച്ചവ്യാധി പോലെയാണ്. സനാതന ധർമ്മത്തെ എതിർക്കുകയല്ല നശിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്റ്റാലിനെ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് വിളിക്കുമ്പോൾ ശബരിമല ക്ഷേത്രത്തെ സംരക്ഷിക്കാനാണ് അവർ വിളിക്കുന്നത്. ശബരിമല ഭക്തന്മാർ ഇന്ന് മലയാളികളെക്കാളും കൂടുതൽ ഭക്തന്മാർ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പൊ ശബരിമലക്കെതിരെയുള്ള പ്രപ്പഗൻഡ തമിഴ്നാട്ടിലേക്ക് കൂടെ വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റാലിനെ വിളിച്ചത്. അവിടെ ക്ഷേത്രവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് സ്റ്റാലിൻ്റെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. അവിടുത്തെ ഹൈക്കോടതി സ്റ്റാലിൻ ഗവൺമെന്റിനെ താക്കീതിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിജയൻ സർക്കാർ ചെയ്യുന്ന പണിയാണ് അവിടെ സ്റ്റാലിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അയ്യപ്പ ഭക്തന്മാർ ഇന്ന് വളരെയധികം വരുന്ന തമിഴ്നാട്ടിലേക്ക് കൂടി ശബരിമലയ്ക്കെതിരെയുള്ള പ്രചരണം നടത്തുന്നതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് സ്റ്റാലിനെ വിളിച്ചത്. അപ്പം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരിക്കലും കുറുക്കൻ കോഴിയെ സംരക്ഷിക്കാൻ വേണ്ടി അല്ല ഈ കാവൽ നിൽക്കുന്നത്, തക്കം കിട്ടിയ കോഴിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ശബരിമലയെ സംരക്ഷിക്കാൻ വേണ്ടി അല്ല ഇവർ സംഗമം നടത്തുന്നത്, ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ബിന്ദു അമ്മിണിയുടെയും കനകദുർഗയുടെയും ഒന്നും പാഠമാരും മറന്നിട്ടില്ലല്ലോ. ഇത് കവറിങ് ഫയറാണ്. ഇത്തരം അസാൻമാർഗിക പ്രവർത്തനങ്ങൾ, ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ പ്രവർത്തനത്തിന്
മറ്റുള്ളവർ പ്രത്യക്ഷത്തിൽ എതിർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കവറിംഗ് ഫയറാണ്, ഒരു പൊറാട്ട് നാടകമാണ് ഈ അയ്യപ്പ സംഗമം എന്ന പേരിൽ സന്നിധാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന പമ്പ. പമ്പ പവിത്രമായ സ്ഥലമാണ്. അത് 18 മലകൾ പൂങ്കാവനത്തിൽപ്പെട്ട സ്ഥലമാണ്. സത്യത്തിൽ ഇത് നടത്തുന്ന ഒരിനം കയ്യേറ്റമാണ്. പവിത്രമായ പൂങ്കാവനത്തിലേക്ക് നിലയ്ക്കലിൽ പണ്ട് നടന്ന കയ്യേറ്റത്തിന്റെ വേറൊരു രൂപത്തിലുള്ള കയ്യേറ്റമാണ് ഇവിടെ നടക്കുന്നത്. ഏതൊക്കെ സംഘടനകൾ അതിന്റെ പിന്നാലെ പോയി എന്നുള്ളതൊന്നും ഇതിനകത്ത് വിഷയമല്ല. ആരൊക്കെ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതും വിഷയമല്ല. ഇത് അക്ഷരാർത്ഥത്തിൽ ഹിന്ദു വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് മറയിട്ടുകൊണ്ട് ക്ഷേത്രം തകർക്കാനുള്ള പരിശ്രമമാണ്. ഇല്ലെങ്കിൽ ഈ തീരുമാനമെടുത്തവർ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ സന്നിധാനത്ത് ഈ ദ്വാരപാലകന്മാരുടെ വിഗ്രഹം മോഷണം പോകുമായിരുന്നില്ല. ഇത് മോഷണമാണ്, നന്നാക്കാൻ അഴിച്ചുകൊണ്ട് പോയതല്ല, നന്നാക്കാൻ അഴിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അല്ല, സ്വർണത്തിന്റെ പണി നടക്കേണ്ടത് സന്നിധാനത്ത് തന്നെയാണ്. കോടതിയുടെ ഉത്തരവുണ്ട്. ആ കോടതി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്തത് അയ്യപ്പ വിഗ്രഹമാണ്. കാരണം അതിനകത്ത് സ്വർണത്തിന്റെ അംശം വളരെ കൂടുതലാണ്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ഉണ്ടാക്കി കൊടുത്ത വിഗ്രഹമാണ്. കാരണം അവിടുത്തെ ശിലാവിഗ്രഹം തകർത്ത സമയത്ത് അന്ന് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ കൊട്ടാരത്തിൽ വെച്ച് ചെങ്ങന്നൂരുള്ള ശില്പികളെ വിളിച്ച് കൊട്ടാരത്തിൽ താമസിപ്പിച്ച് സ്വർണം വളരെയധികം ചേർത്ത വിഗ്രഹമാണ്. അടുത്തത് ശബരിമല അയ്യപ്പന്റെ മൂലവിഗ്രഹമാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് കോടതി, എനിക്ക് കേരളത്തിലെ പോലീസിനെ പോലും വിശ്വാസമില്ല, അതുകൊണ്ട് കോടതി നടപടിയെടുക്കണം. ആ വിഗ്രഹത്തിന് സംരക്ഷണം കൊടുക്കാനുള്ള വ്യവസ്ഥ ചെയ്യണം. ഇല്ലെങ്കിൽ ശബരിമല അരക്ഷിതമാണ്. തീർച്ചയായിട്ടും 20-ാം തീയതി കഴിയുമ്പോൾ തീർച്ചയായും ശബരിമലയിൽ ഓഡിറ്റ് നടത്തേണ്ട, അല്ലെങ്കിൽ ഒരു മുഴുവൻ ചർച്ച നടത്തേണ്ട അവസ്ഥ. ശബരിമല അടക്കമുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ, കാരണം ശബരിമല എന്തുകൊണ്ട് ഇവർ ലക്ഷ്യം വെക്കുന്നു എന്ന് ചോദിച്ചാൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പെറ്റി ക്ഷേത്രങ്ങൾ, നിരവധി ക്ഷേത്രങ്ങൾ നിത്യനിദാന വരുമാനം നോക്കിയാൽ നിത്യനിദാനം കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങളുടെ മുഴുവൻ ചെലവ് നടക്കുന്നത് ശബരിമലയിലെ വരവ് കൊണ്ടാണ്, ഒരു വർഷത്തെ വരവ് കൊണ്ടാണ്. അപ്പം ഒരൊറ്റ ക്ഷേത്രത്തെ തകർത്താൽ തിരുവിതാംകൂർ, നമുക്കറിയാം തിരുവിതാംകൂറിന്റെ പ്രത്യേകത എന്താ? മലബാർ പോലെയല്ല. മലബാറിലെ മഹാക്ഷേത്രങ്ങൾ മുഴുവൻ ടിപ്പുവും ഹൈദരാലിയും തകർത്തു. ബാക്കി 21-ലെ മാപ്പിള കലാപത്തില് മുസ്ലിം ഭീകരവാദികൾ തകർത്തു. ഈ തൃശ്ശൂരിന് തെക്കോട്ടുള്ള മഹാക്ഷേത്രങ്ങളൊന്നും തകർക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറകളിൽ ഇപ്പോഴും സ്വർണവും രത്നവും കുമിഞ്ഞുകൂടി കിടക്കുന്നത്. അപ്പൊ ഇതുകൂടി തകർക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങൾ നിത്യദാനത്തിന് നിർവാഹമില്ലാത്തതുകൊണ്ട് അത് മുഴുവൻ നടന്നു പോകുന്നത് ശബരിമലയിലെ വരുമാനം കൊണ്ടാണ്. എന്ന് മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിയമനങ്ങളാണ് അവിടെ നടക്കുന്നത്. കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് നടക്കുന്ന നിയമനങ്ങളാണ്. ആ നിയമനങ്ങൾ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന നിയമനങ്ങളാണ്. അത്തരം സംവിധാനത്തെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. ശബരിമലയെ ലക്ഷ്യം വെക്കുന്നത് മറ്റു പല കാര്യങ്ങളാണ്. ഒന്ന്, ശബരിമല എന്ന് പറയുന്നത് ഇവിടുത്തെ ജാത്യതീതമായ മതാതീതമായ ഒരു ആരാധനാ കേന്ദ്രമാണ്. അവിടെ ജാതിയില്ല, മതമില്ല, എല്ലാവർക്കും പോകാം. അവിടുത്തെ ആരാധനാ സമ്പ്രദായം തന്നെ വേറിട്ട ഒന്നാണ്. അത് നമ്മളെ യൂണിഫൈ ചെയ്യുന്നതാണ്. കട്ടിംഗ് സൗത്ത് വാദികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സ്റ്റാലിനെ വിളിക്കുന്നത്. കട്ടിംഗ് സൗത്ത് വാദം നമുക്കറിയാമല്ലോ. ദക്ഷിണ ഭാരതത്തെ ഉത്തര ഭാരതത്തിൽ നിന്ന് വെട്ടിമുറിച്ച് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാക്കാൻ നടത്തുന്ന ശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന 2 മുഖ്യമന്ത്രിമാരാണ് ഇവിടുത്തെ വിജയനും അവിടുത്തെ ദാസനും വിജയനും കൂടെ ചേർന്ന് സ്റ്റാലിനും ഇവിടുത്തെ വിജയനും ചേർന്നിട്ട് കട്ടിംഗ് സൗത്ത് വാദികളാണ്. ഈ കട്ടിംഗ് സൗത്ത് വാദത്തെ അട്ടിമറിക്കുന്ന ഒന്നാണ് അയ്യപ്പ സംസ്കാരം. മനസ്സിലായില്ലേ? ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം സൗത്തായി. അപ്പൊ ഈ സൗത്തിനെ യൂണിഫൈ ചെയ്യുന്ന, ഭാരതവുമായി ചേർത്ത് നിർത്തുന്ന ഒരു അയ്യപ്പ സംസ്കാരമുണ്ട്. ആ അയ്യപ്പ സംസ്കാരത്തെ എങ്ങനെയും തകർക്കണം. അതിന് ശബരിമലയെ തകർക്കണം. വേറെ വിഗ്രഹം വെക്കാൻ പോവാന്ന്, വേറെ പഞ്ചലോഹ വിഗ്രഹം സന്നിധാനത്ത്. ഏത് തന്ത്രിയോട് ചോദിച്ചു? തന്ത്രശാസ്ത്ര വിധിപ്രകാരമുള്ള ഒരു സംവിധാനമുള്ള അല്ലേ ശബരിമല? അപ്പൊ ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? AKG സെന്ററിൽ നിന്ന് എടുക്കേണ്ട തീരുമാനമാണോ ഇത്? ഒരിക്കലുമല്ല. അപ്പൊ ഇത് വളരെ ആസൂത്രിതമായി ഹിന്ദു സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അയ്യപ്പ വിശ്വാസത്തെ തകർക്കുക, ശബരിമലയെ തകർക്കുക. അതിലൂടെ ഇവിടുത്തെ ജിഹാദികളെയും മതപരിവർത്തന ശക്തികളെയും പ്രീതിപ്പെടുത്തുക. അവരിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിയിട്ടുണ്ട്. കാരണം ഈ അയ്യപ്പ വിശ്വാസം കൊണ്ട് കേരളത്തിലെ മദ്യപാനാസക്തി കുറയ്ക്കുന്നു. ഏറ്റവും കുറഞ്ഞത് ആരാ ഇവിടെ കൂടുതൽ മദ്യം കഴിക്കുന്നത്? ഹിന്ദുക്കളാ. 41 ദിവസം വ്രതം എടുക്കുന്ന അയ്യപ്പൻ ഈ മദ്യക്കച്ചവടത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു.
ഈ മദ്യക്കച്ചവടം, സ്റ്റേറ്റ് മദ്യക്കച്ചവടം നടന്ന ഭാരതത്തിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? അതില്ല. അതിലൊന്നാണ് കേരളം. അപ്പം ഇതിന്റെ പിന്നിൽ ഈ ശബരിമലയെ തകർക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് ഈ കട്ടിംഗ് സൗത്ത് വാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ നടത്തുന്നു. എങ്ങനെയും അവശേഷിക്കുന്ന ഹിന്ദു സമൂഹത്തെ രണ്ട് സംഘടിത മതങ്ങൾക്കായിട്ട് വീതിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഒരിടത്ത് ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, മറ്റിടത്ത് സുവിശേഷീകരണം. ഈ രണ്ട് വിഭാഗങ്ങൾക്ക് വേണ്ടി തീറെഴുതി കൊടുക്കാൻ ആ മുഖ്യ തടസ്സം ശബരിമലയാണ്. ഇവിടുത്തെ അധസ്ഥിതന്റെ പിന്നോക്കക്കാരന്റെ എല്ലാ ആശ്രയ കേന്ദ്രമായിട്ടുള്ള ശബരിമല. കേരളത്തിലെ ഖജനാവിൽ 41 ദിവസമെങ്കിലും മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറച്ച് കുറയ്ക്കുന്നതാണ് ശബരിമല. ജനങ്ങളെ മദ്യത്തിൽ മുക്കിക്കൊല്ലുക, മയക്കുമരുന്നിൽ മുക്കിക്കൊല്ലുക എന്നുള്ള നയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വേണം നമ്മൾ ഈ അയ്യപ്പ സംഗമത്തെ കാണാൻ. ഇതൊരു അയ്യപ്പ സംഗമമല്ല, ശബരിമല വിരുദ്ധ സംഘമാണ്. ആരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്താലും ഈ വസ്തുതയായി തന്നെ നിൽക്കും. ആരൊക്കെ അവിടെ പോയെന്ന് പറഞ്ഞാലും ഈ വസ്തുതയായി തന്നെ നിൽക്കും. ഈ അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ ശബരിമലയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ള ശ്രമമാണ് നടക്കുന്നത്. ശബരിമലയെ വികസിപ്പിക്കാൻ ആയിരുന്നുവെങ്കിൽ സത്യാനന്ദ സരസ്വതി സ്വാമിയുടെ കാലത്ത് ഗ്രൗണ്ട് ലെവലിൽ നടത്തിയ സർവേ ഉണ്ട്. അതനുസരിച്ചുള്ള പദ്ധതി തയ്യാറാക്കിയതാണ്. എവിടെ പോയി ആ പദ്ധതി? നിരവധി പദ്ധതികൾ നടത്തിയിട്ടുണ്ട്. ശബരിമല അങ്ങനെ വികസിക്കാൻ പാടില്ല എന്നാണ് ഇവരുടെ പദ്ധതി. കേന്ദ്രം കൊടുത്ത ഒരുപാട് ഫണ്ടുകളാണ് ലാപ്സായി പോയിട്ടുള്ളത്. ഫണ്ട് ലാപ്സ് ആകുക എന്നുള്ളതല്ല, ഞാൻ പറയാം. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ വളരെ അടുത്ത് ഒബ്സർവ് ചെയ്യുന്ന ആളാണ് ഞാൻ. എങ്ങനെയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്? കോൺക്രീറ്റ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിന്റെ ആയുസ് കേരളത്തിൽ 40 വർഷം സുഖമായി പോകും. 10 വർഷം പോകുന്നില്ല ദേവസ്വം ബിൽഡിങ്ങിൽ. അത് കഴിയുമ്പോൾ ചോർച്ച ആരംഭിക്കുക, ഉടൻ പൊളിക്കാൻ ഉത്തരവ് കൊടുക്കുകയാണ്. ആരുടെ പൈസ? ശബരിമലയിലെ പൈസ, ഹിന്ദുവിന്റെ പൈസ, ക്ഷേത്രങ്ങളിലെ പൈസ കോൺട്രാക്ടറിലൂടെ പാർട്ടിയിലെ അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യക്തികളിൽ ഈ പൈസ എത്തിച്ചെല്ലുകയാണ്. അപ്പം ശബരിമലയിലെ പൈസ ചോർത്തിയെടുക്കാൻ വിവിധ പദ്ധതികളാണ്. അതിലൊന്നാണ് മരാമത്ത് എന്നാണ് ഇവർ പറയുന്നത്. ഈ മരാമത്തിന്റെ മറവിൽ കോടികളാണ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മുഴുവൻ കൺസ്ട്രക്ഷനും ഇവിടുത്തെ കെട്ടിട നിർമ്മാണത്തിന്റെ പൊതുവായ നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്നുണ്ടോ? സന്നിധാനം പോലെയുള്ള ഒരു സ്ഥലത്ത് പരിസ്ഥിതി ദുർബലമായ പ്രദേശമാണ്. അവിടെ ഉണ്ടാക്കുന്ന നിർമ്മിതികൾ, അത്തരം നിർമ്മിതികൾ നടത്തുമ്പോൾ ഈ സിവിൽ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ളവരെ അത് ദീർഘകാലത്തേക്ക് എങ്ങനെ നിലനിർത്താം? കാരണം ഈ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ പിന്നെ അവിടെ വരികയാണ്. ഇപ്പൊ ഇതാ ഭസ്മക്കുളം നികത്തുകയാണ്. ആരോട് ചോദിച്ചിട്ട്? അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നോക്കൂ. 18ാം പടിയുടെ മുമ്പിൽ ഇപ്പോൾ 18ാം പടി നനയാതിരിക്കാൻ ഒരു നിർമ്മാണം ഉണ്ടാക്കിയിരിക്കുന്നു. ഈ നിർമ്മാണത്തിന്റെ ആയുസ് എത്രയാണ്? ഇപ്പം വേണമെങ്കിൽ ഈ പറയുന്നത്, ഇപ്പം അതിനു മുമ്പ് മറ്റൊരു സ്ട്രക്ചർ ആയിരുന്നു. ഒരു 5 വർഷം പോലും സ്ട്രക്ചർ നിൽക്കുന്നില്ല. ഇതെല്ലാം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. അവിടെ സന്നിധാനത്ത് നറുക്കെടുപ്പിലൂടെ മേൽശാന്തിയെ നിശ്ചയിക്കുന്നതിൽ വരെ അഴിമതിയുണ്ട്. നമ്മൾ വലിയ ഭക്തിയോടുകൂടി കാണുന്നു. സന്നിധാനത്ത് 1 വർഷത്തേക്കുള്ള മേൽശാന്തിയെ നിശ്ചയിച്ചിരിക്കുന്നത് നറുക്കെടുപ്പിലൂടെയാണ്. ആ നറുക്കെടുക്കുന്ന ഫൈനൽ ലിസ്റ്റിൽ വരാൻ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന പാർട്ടിക്ക് പണം കൊടുക്കണം, കൈക്കൂലി കൊടുക്കണം. കൈക്കൂലി കൊടുത്തിട്ടാണ് അവരെ ലിസ്റ്റിൽ കയറുന്നത്. ഒരു പവിത്രമായ സങ്കേതത്തെ എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ശബരിമല നടക്കുന്നത്. എല്ലാ നിയമനങ്ങൾക്കും കൈക്കൂലിയാണ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്കൂളിൽ നിയമനം വേണമെങ്കിൽ പാർട്ടിക്ക് കൈക്കൂലി കൊടുക്കണം. കോളേജ് നിയമനം വേണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. ദേവസ്വത്തിൽ അടിച്ചുതളിക്ക് ആരിയായി പോകണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള അപ്പോയിന്റ്മെന്റ് അല്ല നടക്കുന്നത്. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന്റെ പരീക്ഷകൾ പോലും ഇപ്പൊ ആരും എഴുതാൻ പോകാറില്ല. ഓൾറെഡി ഫിക്സ്ഡ് ആണെന്നുള്ള നല്ല ബോധമുണ്ട് എന്നുള്ളത്. ആവശ്യത്തിനുള്ള അപ്പോയിന്റ്മെന്റ് അല്ല, ശബരിമലയെ പണമെടുത്ത് ധൂർത്തടിക്കുകയാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇത് ഭീമാപ്പള്ളിയിലെ പൈസ എടുത്ത് ഇവർ ധൂർത്തടിക്കുവോ? ഇതുപോലെ പാളയം പള്ളിയിലെ പൈസ എടുത്ത് ധൂർത്തടിക്കാൻ ധൈര്യമുണ്ടോ ഇവർക്ക്? ഇല്ല. കോട്ടയം ജില്ലയിലെ പാലായിലെ കത്തീഡ്രൽ പള്ളിയിലെ പൈസ എടുത്തിട്ട് ഇവർ ധൂർത്തടിക്കുവോ? ഇല്ല. ശബരിമലയെ പൈസ എടുത്തിട്ട് പാർട്ടി പ്രവർത്തനം നടത്തുകയാണ്. പാർട്ടി കേഡറുകളെയാണ് അവിടെ നിയമിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോ 5 കോടിയോളം രൂപയാണ് ഇതിന്റെ പന്തൽ പണിക്കടക്കം കൂടി അവര്
എക്സ്പെൻസ് ആയിട്ട് പറയുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ മണ്ഡലകാലം വരികയാണ്. അവിടെ വരുന്ന ഭക്തർക്ക് വിരി വെക്കാനുള്ള സംവിധാനങ്ങൾ വരെ എത്രത്തോളം പരിമിതി ഉള്ളതാണെന്ന് നമുക്കറിയാറുണ്ട്. അല്ലെങ്കിൽ എല്ലാ വർഷവും അതിന്റെ പോരായ്മകൾ നമ്മൾ കാണാറുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു 5 സ്റ്റാർ സംവിധാനങ്ങളിലേക്ക് എത്തിയില്ലെങ്കിലും നല്ല രീതിയിൽ ഒരു മികച്ച രീതിയിലുള്ള സംവിധാനങ്ങളിലേക്ക് മാറാൻ ഈ 10 വർഷം കൊണ്ട് ഇടത് സർക്കാരിന് സാധിച്ചില്ല. അല്ല, അവര് ശബരിമല 5 സ്റ്റാർ സംവിധാനം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. തീർത്ഥാടന സംസ്കാരമല്ല, വിനോദസഞ്ചാര സംസ്കാരമാണ് ഇവരുണ്ടാക്കാൻ പോകുന്നത്. 5 സ്റ്റാർ സംവിധാനത്തിൽ മദ്യം വേണം, അവിടെ ബാർ ഗേൾസ് വേണം, ക്യാബറേ വേണം. ഇതൊക്കെയാണ് കാരണം ശബരിമലയിലെ അടിസ്ഥാന വിശ്വാസം അനുസരിച്ച് യുവതികൾക്ക് പ്രവേശനമില്ല. ആ യുവതികളെ കയറ്റിയ സർക്കാരാണിത്. പിന്നെ എന്തുകൊണ്ടായിക്കൂടാ? ഇപ്പൊ ശബരിമല വികസനം എന്ന് പറഞ്ഞാൽ അത് സന്യാസ സംസ്കാരമാണ്. ഗൃഹസ്ഥന് അല്പകാലീന സന്യാസ സംസ്കാരം കൊടുക്കാനുള്ള കേന്ദ്രമാണത്. ഗൃഹസ്ഥനായ ഒരാൾക്ക് അല്പകാലീന സന്യാസ അവബോധം സൃഷ്ടിക്കാനുള്ള കേന്ദ്രമാണത്. അവിടെയാണ് ഈ ആർഭാടം നടക്കുന്നത്. ഇവര് ഭാരതത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ പോയി നോക്കട്ടെ. ഇപ്പോ പഞ്ചാബില് സുവർണക്ഷേത്രത്തിലെ സംവിധാനം പോയി നോക്കട്ടെ. അവിടെ എത്തുന്നവർക്ക് സൗജന്യ ആഹാരമാണ്, എത്തുന്നവർക്ക് വിശ്രമിക്കാൻ സംവിധാനമുണ്ട്. തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തിൽ പോയി നോക്കട്ടെ. ഇതിനേക്കാളൊക്കെ എത്രയോ ജനങ്ങൾ വരുന്ന സ്ഥലമാണ്. വൈഷ്ണോദേവി, ഇവർ പറയുന്നത് പ്രകൃതിയുടെ പ്രത്യേകതയാണല്ലോ. ശബരിമലയെക്കാളും സങ്കീർണമാണ്, ഹിമാലയ പ്രാന്തത്തിലാണ് വൈഷ്ണോദേവി. അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എന്തൊക്കെ സംവിധാനങ്ങളാണ് അവിടുത്തെ ഭരണാധികാരികൾ ചെയ്തു കൊടുക്കുന്നത്? ഇവരിത് പോയി പഠിക്കട്ടെ. ആദ്യം ചെയ്യേണ്ടത് ശബരിമലയെ ആ തരത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് വികസിപ്പിക്കാനാണെങ്കിൽ ഇവർ ഭാരതത്തിൽ മാനം മര്യാദയ്ക്ക് നടക്കുന്ന നിരവധി ക്ഷേത്രങ്ങളും സങ്കേതങ്ങളും ഉണ്ട്. അതൊക്കെ ഒന്ന് പോയി പഠിക്കട്ടെ. ഈ ലഭിക്കുന്ന പൈസ കൊണ്ട് സൗജന്യമായിട്ട് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വെള്ളവും ആഹാരവും വൈദ്യ ശുശ്രൂഷയും കൊടുക്കാൻ സാധിക്കും. ചെയ്യുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? ഇപ്പൊ കുംഭമേള നടന്നു, എത്ര കോടി ജനങ്ങളാ വന്നത്? എന്തെങ്കിലും അവിടെ ദുരന്തങ്ങൾ ഉണ്ടായോ? ഇത്രയും കോടി ജനങ്ങൾ വന്നിട്ട് അവിടെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായോ? എങ്ങനെ മാനേജ് ചെയ്യണം? ഈ തീർത്ഥാടന മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഉത്തർപ്രദേശ് ചെയ്തത്. ഇവരാരെങ്കിലും പഠിക്കാൻ പോയോ? എല്ലാ സ്റ്റേറ്റും പഠിക്കാൻ ആളെ വിട്ടു. തീർച്ചയായിട്ടും പുറം രാജ്യങ്ങളിൽ നിന്ന് വരെ കുംഭമേള പോലെയുള്ള, അതായത് മാസ് മാനേജ്മെന്റിനെ എങ്ങനെയാണ് ഒരു മാസിനെ മാനേജ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വന്നു. കേരളത്തിൽ നിന്ന് പോയോ? ഇത്രയും കോടി ജനങ്ങൾ ഒരു പാരിസ്ഥിതികമായി സങ്കീർണതയുള്ള ഒരു പ്രദേശത്ത് ഒത്തുകൂടുമ്പോ ഇതെങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ വേസ്റ്റ് മാനേജ് ചെയ്യാം? ശബരിമല വലിയ പ്രശ്നം വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഇവര് കുംഭമേള പോയി കണ്ടുപിടിക്കണമായിരുന്നു. പകരം എന്താ ഇവർ നടത്തി? കുംഭമേളയെ പരിഹസിച്ചുകൊണ്ട് പ്രസ്താവന നടത്തുകയായിരുന്നു, അല്ലേ? ജന്മനാ കമ്മ്യൂണിസ്റ്റുകാരന്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന പരപുച്ഛം. ഞങ്ങളെ പോലെ ഇത്രയും വലിയ പണ്ഡിതന്മാർ വേറെ ഇല്ലെന്ന് കരുതുന്ന പാമരന്മാർ, വേറെ പണ്ഡിതന്മാർ ഇല്ല എന്ന് കരുതുന്ന പാമര ജന്മങ്ങളാണ് ഇവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. അവർക്ക് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരാ കുംഭമേള പോയി പഠിച്ചേനെ. ഭക്തിയുടെ പേരിൽ പോകണ്ടെങ്കിലും ഇത്തരത്തിലൊരു മാനേജ്മെന്റ് ഭക്തിയുടെ പേരിലാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്നത്. കോടിക്കണക്കിന് ജനങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇപ്പം കാബയിലെ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ സ്ഥിരം സംവിധാനമാണ്. ഇത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നതാണ്. 3 വർഷം മുന്നേ ഞാൻ പ്രയാഗരാജിൽ പോകുന്ന സമയത്ത് ഗംഗയ്ക്ക് മേലെ പാലങ്ങൾ പണിയുന്നു, നിരവധി താൽക്കാലിക പാലങ്ങൾ. അപ്പൊ എനിക്ക് സത്യത്തിൽ കുംഭമേള വരാൻ പോകുന്നു എന്നുള്ള അറിയില്ല. അപ്പൊ ഞാൻ അവിടെ അന്വേഷിച്ച സമയത്താണ് പറയുന്നത് 3-4 വർഷം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന കുംഭമേളയ്ക്കുള്ള കൺസ്ട്രക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ശബരിമലയോ? ശബരിമല വൃശ്ചിക 1-ാം തീയതി റോഡിൽ കൊണ്ടുപോയി മെറ്റൽ ഇറക്കും. വൃശ്ചികം തീരാനാകുമ്പോൾ ടാർ ഇറക്കും. മകരസംക്രമത്തിന്റെ തലേ ദിവസം ടാറിങ് തുടങ്ങും. അയ്യപ്പ ഭക്തന്മാരെ എങ്ങനെ ഉപദ്രവിക്കാം? ഈ ടാറും മെറ്റലും റോഡിൽ കിടക്കുമ്പോൾ ഈ കിണർ പോലത്തെ ഗട്ടറിൽ കൂടെ വണ്ടി ഓടണം. എന്ത് സൗകര്യമാണ്! മര്യാദയ്ക്ക് എരുമേലി, അവിടെ എന്ത് പ്രശ്നമാണ്? എരുമേലി പോലും മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സംവിധാനമില്ല ഇന്നത്തെ കാലത്ത്. കോളിഫോം ബാക്ടീരിയ നേരെ പമ്പയിലേക്ക് കലരാനുള്ള സംവിധാനമാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് സത്യത്തിൽ യുദ്ധപ്രഖ്യാപനമാണ്. ഹിന്ദുക്കൾക്കെതിരെ, അയ്യപ്പ ഭക്തന്മാർക്കെതിരെയുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ യുദ്ധപ്രഖ്യാപനമാണ് പമ്പയിൽ നടക്കുന്ന ഈ അയ്യപ്പ സംഘം എന്ന് പറയുന്നത്. ഈ ശബരിമലയിലേക്ക് എത്തുന്ന ആളുകൾ നമ്മൾ ആ മണ്ഡലകാലത്ത് നമുക്ക് കാണാം, കാലില്ലാത്തവര് പോലും ശബരിമല അയ്യപ്പനെ കാണാൻ വേണ്ടി 18-ാം പടി കയറുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവന് പോലും പ്രിയപ്പെട്ടവനാണ് അയ്യപ്പൻ.
ആ അയ്യപ്പനെ കാണാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3000 പേരെ ഇവിടെ അല്ലെങ്കിൽ ആ ഒരു ഭക്തസംഗമത്തിന് അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഇത് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗമമാണെങ്കിൽ 18, 20, 30 വർഷമായി മുടങ്ങാതെ സന്നിധാനത്ത് വരുന്ന ഭക്തന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? ഈ ശബരിമലയെക്കുറിച്ച് ഏറെ ചിന്തിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്. സത്യാനന്ദ സരസ്വതി സ്വാമി വർഷങ്ങളായിട്ട് സന്നിധാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിരവധി മന്ത്രിസഭകളോട് അപേക്ഷകളുമായി നടന്നയാളാണ്. സന്നിധാനത്ത് ഈ 18 മലകളിലും യാത്ര ചെയ്ത ആളാണ്. കുമ്മനം രാജശേഖരനും സത്യാനന്ദ സരസ്വതി സ്വാമിയും ഒക്കെ ചേർന്നിട്ട് ഈ പറയുന്ന സന്നിധാനത്ത് നടത്തിയ പഠനങ്ങളും ഗവേഷണങ്ങളും അതിൻ്റെ രേഖകൾ ഇപ്പോഴും ലഭ്യമാണ്. ഇത്തരം ആൾക്കാരെ ഇതിനകത്ത് വിളിച്ചിട്ടുണ്ടോ? ഒരിക്കലില്ല. പരിസ്ഥിതി എക്സ്പെർട്ടുകളുണ്ട്. ശബരിമലയെ സംബന്ധിച്ച് എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കണം. അതേപോലെ സിവിൽ എഞ്ചിനീയറിംഗിൽ, നിർമ്മാണ പ്രവർത്തനത്തിൽ ഒക്കെ എക്സ്പെർട്ടുകളെ വിളിക്കണം. ഇതാരെയാണ് വിളിച്ചിരിക്കുന്നത്? അവിടുത്തെ അയ്യപ്പ ഭക്തരെ വിളിക്കണം. ശബരിമലയ്ക്ക് വേണ്ടി വലിയ സംഭാവനകൾ ചെയ്യാൻ. ഇപ്പൊ ശബരിമലയിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്ര കോടിയും കൊടുക്കാൻ ജനങ്ങൾ തയ്യാറാണ്. ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കാതെ അവിടെ വികസന പ്രവർത്തനം നടത്താൻ സാധിക്കും. അത്തരം ആൾക്കാരെ എന്താണ് ആവശ്യം? ആകെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ പൊളിഞ്ഞു വീഴുന്ന നിർമ്മാണ പ്രവർത്തനം ഇവർ നടത്തൂ. എന്നിട്ട് ദേവസ്വത്തിന്റെ പൈസ എടുത്തിട്ട് മരാമത്ത് പണികൾ നടക്കുകയാണ്. ഈ മരാമത്ത് ഇവർക്ക് വലിയ ഇഷ്ടമാണെന്ന്. ഈ മരാമത്ത് പണിയിലൂടെ ശബരിമലയിൽ വരുന്ന പൈസ അടിച്ചു മാറ്റുകയാണ്. അപ്പോൾ മരവണയും ഒക്കെ നമുക്കറിയാലോ. ഇപ്പോൾ തിരുപ്പതിയിലെ ലഡ്ഡു ലോകം മുഴുവൻ എത്ര സ്വാദിഷ്ടമായി കഴിക്കുന്നു. ശബരിമലയിൽ ഉണ്ടാക്കുന്ന അപ്പം മനുഷ്യനെ കഴിക്കാൻ പറ്റുമോ? ഓരോ വർഷം കൂടുന്തോറും അതിന്റെ രുചിയും ആ ഒരു ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ബോധപൂർവമാണ്. ഇത് ഭക്തർ കഴിക്കാൻ പാടില്ല. ഏറ്റവും ഹൈജീനിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, രുചികരമായി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത് കുറെ വർഷങ്ങൾക്ക് മുന്നേ നമുക്കറിയാലോ എത്ര ആസ്വാദ്യമായിട്ടുണ്ടാക്കിയിരുന്ന സാധനമാണ്. ഇപ്പോ ഏതാണ്ട് മെറ്റൽ പോലെയാണ് അപ്പം. അതെടുത്തെറിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടാൽ നിങ്ങൾ വീഴും തറയിൽ. ആ സ്ഥിതിയിലേക്ക് അപ്പം മാറി. അരവണയ്ക്ക് ഗുണനിലവാരമില്ല. അപ്പോൾ ആകെ സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തന്റെ സംതൃപ്തിയാണ് ഈ അപ്പം അരവണ. എത്ര പൈസ അവർ കൊടുക്കാൻ തയ്യാറാണ്? അതിന് കൊടുക്കേണ്ട വിലയും വലുതാണ്. ഈ പറയുന്ന നേദ്യം കഴിക്കുന്ന സാധനങ്ങൾക്ക് മാർക്കറ്റിലുള്ള വിലയല്ല ഇതുണ്ടാക്കേണ്ട വില. അപ്പൊ അതാണ് അയ്യപ്പ ഭക്തന്മാരെ കൊള്ളയടിക്കുക. ഇനി മേലെ നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ പണ്ട് ഭാരതത്തിൽ മുസ്ലിം ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ജസിയ എന്ന് പറയുന്ന കരം കൊടുക്കണമായിരുന്നു ഇവിടെ ജീവിക്കാൻ. സമാനമായ സാഹചര്യമാണ്. ഹിന്ദുക്കള് ക്ഷേത്രവിശ്വാസിയായി കഴിയണമെങ്കിൽ അവർ കരം കൊടുക്കണം. ശബരിമല മാത്രമല്ല, എല്ലാ സ്ഥലത്തും എല്ലാ ക്ഷേത്രങ്ങളും ഇവരാണ് തീരുമാനിക്കുന്നത്. അവിടെ വിശ്വാസിക്ക് എന്താ പങ്ക്? ഈ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച അനേകം ഗുരുക്കന്മാർ, ആചാര്യന്മാര്, സന്യാസ് മഠങ്ങൾ, ഇവർക്കൊക്കെ എന്താ പങ്ക്? ഒരു പങ്കുമില്ല. ഈ തീരുമാനം എടുക്കുന്നതിൽ ഇവർക്കാർക്കും പങ്കില്ല. അതാത് കാലത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും ബ്യൂറോക്രസിയും ചേർന്ന് തീരുമാനം എടുക്കുകയാണ് മഹാക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ. ആകെ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ മാത്രമാണ്. അപ്പൊ ഇത് ടിപ്പുവും ഹൈദരാലിയും അല്ലെങ്കിൽ ബാബറും ഒക്കെ നടത്തിയ പ്രത്യക്ഷ കൊള്ള ഇവർ പരോക്ഷമായി നടത്തുകയാണ്. അവർ ക്ഷേത്രം തകർത്ത് കൊള്ളയടിക്കാൻ അന്ന് അസംഘടിതരായിരുന്ന ഹിന്ദുക്കൾ ഇന്ന് താരതമ്യേന സംഘടിതരായതുകൊണ്ട് പ്രത്യക്ഷ ആക്രമണങ്ങളെ അവർ ചേർക്കും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? പരോക്ഷ ആക്രമണങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ പിന്നിൽ ആഗോള ഗൂഢാലോചനയുണ്ട്. ഭാരതത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഈ മഹാക്ഷേത്രങ്ങളും വിഗ്രഹാരാധനയൊക്കെയാണ്. വിഗ്രഹാരാധന ശിർക്കാണെന്ന് ഇവിടെ കുറെ പേർക്ക്. ഇത് തകരണം എന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കുന്ന ശക്തികളുണ്ട്. അവരാണ് ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നത്. അവരാണ് ഗുരുവായൂരിനെ തകർക്കാൻ ശ്രമിക്കുന്നത്. അവരാണ് മഹാക്ഷേത്രങ്ങൾക്കെല്ലാം എതിരെ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് അയ്യപ്പ സംഗമം എന്ന് പറയുന്ന പൊറാട്ട് നാടകം അത് ശബരിമലയെ കൊള്ളയടിക്കാനുള്ള കൊള്ള സംഘത്തിന് കവറിംഗ് ഫയർ നൽകുന്ന ഒരു സംഭവമാണ്. അത് ഏതൊക്കെ സംഘടനകൾ അതിനെ പിന്തുണച്ചു എന്ന് പറഞ്ഞാലും നാളിതുവരെ ശബരിമലക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഗവൺമെന്റുകൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി കഴിയുമ്പോൾ അതിനെയെല്ലാം നമ്മുടെ ഈ ആശങ്ക സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഹിന്ദു വോട്ടർമാരുടെ കണ്ണിൽ പൊടിയിടുക, ഞങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുക. ശരിക്കും ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഇപ്പൊ നമുക്ക് ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോൾ കാണാം. ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റിയതിന്റെ ദോഷം മാറാൻ വേണ്ടിയിട്ട്
ഇടതുപക്ഷം നടത്തുന്ന ഒരു പരിഹാരക്രിയയാണ് ഈ സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സാധാരണക്കാർ ഇതൊക്കെ വിശ്വസിക്കും. കാരണം അന്ധമായ സ്നേഹമുണ്ട് അയ്യപ്പനോട്. അപ്പൊ അവരൊക്കെ വിചാരിക്കും എന്താ ശരിക്കും അവർ മനസ്സലിഞ്ഞ് അല്ലെങ്കിൽ മനസ്സ് മാറി നല്ലവരായി മാറിയതാണെന്ന് വിചാരിക്കില്ലേ? അതായത് ഹിറ്റ്ലർ കഴിഞ്ഞാൽ സ്റ്റാലിനായിരുന്നു നുണയുടെ ഏറ്റവും വലിയ വ്യാപാരി. ഹിറ്റ്ലർ, മുസോളിനിയൊക്കെയാണ് നുണ കൊണ്ട് രാഷ്ട്രീയം നടത്തിയവർ. സത്യത്തിൽ ഹിറ്റ്ലർ പോലും പിന്നീട് നുണ എങ്ങനെ സമൃദ്ധമായി കലാപരമായി പറയണമെന്ന് പഠിച്ച സ്റ്റാലിനാണ്. സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് നമുക്കറിയാലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാലത്തെ ഏകാധിപതികളെ സൃഷ്ടിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൽ ഹിറ്റ്ലറൊക്കെ ഒന്നുമല്ല. സ്റ്റാലിൻ കൊന്നുകൂട്ടി അത്രയൊന്നും ആൾക്കാരെ ഒന്നും ഹിറ്റ്ലർ കൊന്നിട്ടില്ല. അപ്പൊ ഹിറ്റ്ലർ പോലും പിന്നീട് പാഠപുസ്തകമാക്കിയ വ്യക്തിയാണ് സ്റ്റാലിൻ. ആ സ്റ്റാലിൻ്റെ പ്രസ്ഥാനമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് നുണകളെ എങ്ങനെ വ്യാപാരം ചെയ്യണമെന്ന് അവർക്കറിയാം. സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യുകയാണ് എന്നൊരാൾ പറഞ്ഞാൽ ഈ പാവപ്പെട്ട ഹിന്ദുക്കൾ ഹനുമാന്റെ ഗത ലങ്കയിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരാണ്. രാവണന്റെ 10 കിരീടം ലങ്കയിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരാണ്. ഇത്തരം സാധാരണക്കാരനെ കബളിപ്പിക്കാൻ ഒരു എന്താ പറയുക അൺനോണിമസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടാൽ മതിയല്ലോ, ഒരു ഉടയോനില്ലാത്ത പോസ്റ്റ്, അത് ഷെയർ ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ടാവും. സോഷ്യൽ മീഡിയയുടെ കാലം അതാണ്. അപ്പോൾ ആ സോഷ്യൽ മീഡിയയിലൂടെയും ഇങ്ങനെയുള്ള ഫേക്ക് നരേറ്റീവ്സ് ഉണ്ടാക്കി വിടാൻ അവർ തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഒരു വെടിക്ക് 2 പക്ഷിയല്ല, 2-3 പക്ഷികളാണ്. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ നമ്മൾ ഇത് 2-3 പക്ഷികളാണ്. ഒന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, 2 ശബരിമലയെ കൊള്ളയടിക്കാനുള്ള കൊള്ളസംഘത്തിന് വളരെ മാന്യമായ ഒരു കവറിങ് ഫയർ കൊടുക്കുന്നു. വളരെ തന്ത്രപരമായി ഞങ്ങൾ ശബരിമലയിലെ ആൾക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ആ മറവിൽ ഇപ്പോൾ ദ്വാരപാലകന്മാരെയാണ് കൊണ്ടുപോയതെങ്കിൽ അനധിവിദൂര ഭാവിയിൽ സാക്ഷാൽ അയ്യപ്പ വിഗ്രഹം തന്നെ അവിടുന്ന് മോഷണം പോകും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ബഹുമാനപ്പെട്ട കോടതി, ഹൈക്കോടതി ഈ കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആണ്. ബഹുമാനപ്പെട്ട കോടതി മൂലവിഗ്രഹത്തെ എങ്കിലും സംരക്ഷിക്കണം. ശബരിമലയിലെ മൂലവിഗ്രഹത്തെ എങ്കിലും ഈ കൊള്ളസംഘത്തിൽ നിന്ന്, ദേവസ്വം ബോർഡല്ല ഇത്, കൊള്ളസംഘമാണ്. ആ കൊള്ളസംഘത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ട നടപടി എടുക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ കേരളം വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകും. കാരണം ശബരിമല ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ മനസ്സിൽ അത്രയും വലിയൊരു വികാരമാണ്. ആ ശബരിമലയെ കാണിക്കുന്ന തോന്നിയവാസങ്ങൾ അത് ഏത് സർക്കാരാണെങ്കിലും അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നടത്തുന്ന ഈ പൊറാട്ട് നാടകങ്ങളും കണ്ണിൽ പൊടിയിടാനുള്ള വേലത്തരങ്ങളും ഒക്കെ ഈ മുഖംമൂടികളെല്ലാം അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും. ശബരിമലയെ സംരക്ഷിക്കാൻ ജാതിക്കതീതമായി ഹിന്ദു സമൂഹം, ജാതി സംഘടനകൾ ചേരിതിരിഞ്ഞ് നിന്നു കഴിഞ്ഞാൽ ശബരിമല ബാക്കി ഉണ്ടാവില്ല. നമ്മുടെ കേരളത്തിലെ പല ജാതി സമൂഹങ്ങളെയും ഒന്നായി വിഴുങ്ങാൻ ഇവാഞ്ചലിസ്റ്റുകളും ജിഹാദികളും തക്കം പാർത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ കൊട്ടേഷൻ നടപടിയെടുത്ത് നടത്തുന്ന പരിപാടികളാണ് ഇപ്പോൾ സന്നിധാനത്ത് ശബരിമലയിൽ നടക്കുന്നത്. അതിനെതിരെ ഈ പറയുന്ന പ്രബല ജാതി സമുദായ സംഘടനകൾ ബോധവാന്മാരായില്ലെങ്കിൽ വലിയ വില ഭാവിയിൽ കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ജാത്യതീതമായി, സാമുദായിക ഭേദങ്ങൾക്ക് അതീതമായി ശബരിമലയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. രാഷ്ട്രീയാതീതമായി ഒന്നിച്ചു നിൽക്കണം. ഈ കാണുന്ന സംഗമം അത് അയ്യപ്പ വിഗ്രഹത്തെ കൂടെ കൊള്ള ചെയ്യാനുള്ള സംഗമമാണ്. കൊള്ള സംഘങ്ങളുടെ കൂടിച്ചേരലാണ്. അതൊരു മറയിടലാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മറയിടലാണ്. രാഷ്ട്രീയമായ ഒരു തട്ടിപ്പിൻ്റെ ഭാഗമാണ്. അത് കേരളത്തിലെ ജനങ്ങൾ, ഭാരതത്തിലെ അയ്യപ്പ ഭക്തന്മാർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും ഭാവിയിൽ. എന്തുകൊണ്ട് എപ്പോഴും ഹിന്ദുക്കൾ മാത്രം ഇത്തരത്തിലുള്ള കൊള്ളകൾക്ക് പാത്രമാകുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ഏതെങ്കിലും മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിവാദം കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ വലിയ ഉത്സാഹം കാണിച്ചത് ഒരിക്കലും ഒരു മുസ്ലിം പള്ളിയിൽ ഒരു സ്ത്രീക്ക് നിസ്കരിക്കാനുള്ള അനുവാദം ഇന്നുമില്ല. ഇപ്പൊ രഹന ഫാത്തിമയ്ക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സാധിക്കില്ല. അതിനുവേണ്ടി രഹന ഫാത്തിമയോ അല്ലെങ്കിൽ രഹന ഫാത്തിമയെ കൊണ്ടുവന്നവരോ പ്രയത്നിച്ച് നമ്മൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് എപ്പോഴും ഹിന്ദുക്കൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? സെമിറ്റിക് മതങ്ങൾക്ക് ഒരു ഏകശില ഘടനയാണുള്ളത്. അതിവിടേക്ക് കടന്നു വരുന്ന കാലം മുതൽ തന്നെ സെമിറ്റിക് മതങ്ങൾക്ക് ഒരു ഏകശില ഘടനയുണ്ട്. സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നത് അത്തരം ഒരു ഏകശില ഘടനയുള്ള സംവിധാനമല്ല. അതുകൊണ്ട് തന്നെ അതിനൊരു പൊതുവെ അതിൻ്റെ ഒരു ലിബറൽ സ്വഭാവമാണ്. സംഘടിത മതങ്ങളെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഭയമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ സത്യത്തിൽ ഈ ദേവസ്വം ഭൂമി ഏറ്റെടുത്തത് ബ്രിട്ടീഷുകാരാണ്. എന്തിനാണ് ഏറ്റെടുത്തത്? കേരളം
മാത്രം എടുത്താൽ ഇവിടെ ദേവസ്വമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ ഭൂമി മുഴുവൻ ദേവസ്വമായിരുന്നു. ഏറ്റെടുത്ത് എന്തിനാണ്? സുവിശേഷ പ്രവർത്തനം നടത്തുന്നവർക്ക് പ്രവർത്തനം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിക അധിനിവേശം ടിപ്പുവിൻ്റെ ഹൈദരാലിയുടെ ഒക്കെ കാലത്ത് അവർ ആക്രമിച്ച് ക്ഷേത്രങ്ങളെ തകർക്കുകയും ക്ഷേത്ര വസ്തുക്കൾ ദേവസ്വം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇപ്പം മലബാറിലെ ഒട്ടനവധി ദേവസ്വം ഭൂമികൾ ഇന്ന് മുസ്ലിമിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പലതും പള്ളിയാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം സംഘടിത മതങ്ങളാണ്. ആ സംഘടിത മതങ്ങൾക്ക് നേരെ അവരുടെ വോട്ട് ബാങ്കുകൾ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നോക്കൂല. അതേസമയം ഈ ഏകശിലാ ഘടനയില്ലാത്ത താരതമ്യേന ഒരു ലിബറൽ സ്ട്രക്ചറുള്ള ഹിന്ദു സമൂഹം, അതുകൊണ്ട് അവരെ ആർക്കും കടന്നാക്രമിക്കാം. അതുകൊണ്ട് നമ്മൾ സനാതനധർമ്മ വിശ്വാസികൾ ഏകശിലാ ഘടനയിലേക്ക് പോകണം എന്നല്ല, കുറച്ചുകൂടി ജാത്യതീതമായി ഒരു പരിധിവരെ ജാതീയത നമ്മളെ ദീർഘകാലം ശിഥിലമാക്കിക്കൊണ്ടിരുന്നു. ഇന്ന് ചട്ടമ്പിസ്വാമിക്കും അയ്യങ്കാളിക്കും അയ്യാവയ്യണ്ട സ്വാമിക്കും നാരായണ ഗുരുദേവനും ഒക്കെ ശേഷം കേരളത്തിൽ നവോത്ഥാനമൊക്കെ സംഭവിച്ച് ഈ സനാതനധർമ്മ വിശ്വാസികൾ ഐക്യപ്പെട്ടു എങ്കിലും സാമുദായിക സംഘടനകൾ പലതും ഇന്ന് പല ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. പ്രബലമായ സാമുദായിക സംഘടനകൾ വിരുദ്ധ ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. SNDPക്കും NSSനും ഒരേ പ്ലാറ്റ്ഫോമിൽ വരാൻ കഴിയുന്നില്ല. ഹിന്ദു സമൂഹത്തിലെ പ്രബലമായ 2 ജാതി സമൂഹങ്ങളാണ്. അപ്പം ഇത്തരം ശൈഥില്യങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ കളിക്കുന്നത്. SNDPയും NSSും അല്ലെങ്കിൽ പുലയ മഹാസഭയും അല്ലെങ്കിൽ വിശ്വകർമ്മ സഭയും ഒക്കെ അവരുടെ ജാതീയമായ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് ഒരുമിച്ച് വരാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഇവിടുത്തെ പൊതു ഹിന്ദു സമൂഹം പറയുന്നത് കേൾക്കും. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ജാത്യതീതമായ ഒരു ഹിന്ദു സമൂഹം എന്ന ചിന്ത മന്നത്വത്തനാഭനും ആർ ശങ്കറും ഒക്കെ ചിന്തിച്ചതാണ് ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ കാലത്ത്. അത്തരമൊരു ചിന്ത വീണ്ടും വളർന്നു വരുന്നുണ്ട്. അത് നമ്മളെ പ്രബലമാക്കുകയും ഈ ഹിന്ദുക്കളെ സംഘടിതമായി കൊള്ളയടിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിന് ഒരു മറുപടിയാവുകയും തിരികെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. നന്ദി ഇത്രയും സമയം ചെലവഴിച്ചത്. നമസ്കാരം.